അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ്. കുറേ നാൾക്ക് ശേഷം ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കുറേ എല്ലാവരും മൈൻഡ് ഫക്ക് ആയിട്ടിരിക്കുമായിരുന്നു. കാരണങ്ങളൊക്കെ അറിയാം, അതൊന്നും ഇനി വീണ്ടും എടുത്ത് വെച്ച് ഡ്രാഗ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചത് ഓൾറെഡി പറഞ്ഞതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയി തലയിടരുത്. എടാ ഇവൻ വീണ്ടും ചത്തോണ്ടിരിക്കുന്നു കണ്ണാപ്പി. അഡ്മിനോട് ഡ്രാഗ് ചെയ്തൊന്നും വേറെ അതൊരു വല്ലാത്ത ബഗ് തന്നെ. നമ്മൾ ആദ്യമായിട്ട് അപ്പൊ നമ്മൾ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറെ പേരുടെ വായിന്ന് ഇങ്ങനെ നമ്മൾ കേട്ടതെന്ന് മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുമായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് വരുന്നു, അല്ലെങ്കിൽ കുറെ പേരുടെ കരിയർ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്, അല്ലെ കുറെ പേരുടെ ഇതൊക്കെ ഇതായി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം മെയിനായിട്ട് എടുത്തത്. നമ്മളായിട്ട് ഇനി വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാവട്ടെ എന്നുള്ള രീതിയിൽ ഇതാക്കിയത്. അപ്പോൾ അവരുടെ അഭിപ്രായം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മളടുത്ത് ഈ ഹെയ്റ്റ് സ്പ്രെഡ് ആവുന്ന അങ്ങനെ എന്തെങ്കിലും പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാങ് വിട്ട് വേറെ ഏതെങ്കിലും മറ്റേ സിറ്റിസൺ ആർപ്പിയോ മീൻ പിടിക്കുന്ന ആർപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ. ടിവിയൊക്കെ ഒരു മാറ്റം ഇനി വരാൻ പോകുന്നില്ല. നമ്മൾ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെ കളിക്കും. ഇനി ഇവന്മാരെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോകണം. അതാരാണേലും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോകണം. പക്ഷെ നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ മാറ്റത്തില്ല. ഹേറ്റ് കിട്ടുമെങ്കിൽ വാങ്ങിച്ച് കരയുക. അതിൽ കൂടുതൽ വേറെ സ്റ്റാൻഡൊന്നും ഇല്ല. ഇനി വേറെ സ്റ്റാൻഡൊന്നും ഇല്ല. ഇങ്ങോട്ട് വള്ളി എടുക്കാൻ വന്നാൽ തിരിച്ച് നല്ലത് പറഞ്ഞു വിടും. അങ്ങനെ തന്നെ നിന്നാൽ മതി. ആൻഡ് നമുക്ക് അല്ലാതെ ഈ പറയണത് പോലെ മറ്റേ കണ്ടവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതികളും ഇത്രയും നാൾ ഫോളോ അപ്പ് ചെയ്ത് വന്ന കാര്യങ്ങളും മാറ്റാൻ പറ്റത്തില്ല. അതിൽ മാറ്റുന്നുമില്ല. അത് മാറ്റുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനം. ആൻഡ് എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു. മെയിനായിട്ട് ഞാൻ ഈ ഗ്യാപ്പ് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ അത്രയും മൈൻഡ് ഫക്കായി അത്രയും ഇതായി പോയതുകൊണ്ടാണ്. എൻ്റെ ഫാമിലിയുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്ത്, പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് എനിക്ക് ഇതിനകത്ത് വന്നതുകൊണ്ടാണ്. ആൻഡ് സ്വർഗരാജ്യത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടൊരു കാര്യം, നമ്മുടെ ആരുടെ പേരൻസിനെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്താലും അമ്മമാർക്ക് സിറ്റിയിൽ നിന്ന് പെർമനൻറ്റ് ബാനാണ്. ഈ സിറ്റിയിൽ പെർമനൻറ്റ് ബാനാണ്. നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേരൻസിൻ്റെ ആരുടെ പേരോ എന്തെങ്കിലും ഇതിനകത്ത് ഒ സിയിൽ ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ ഒ സി സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പം അമ്മ പെങ്ങൾ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവറോ ആരോ ആയിക്കോട്ടെ, ഒ സി കാര്യങ്ങൾ എന്ത് ഡ്രാഗ് ചെയ്താലും സ്വർഗരാജ്യത്തിൽ നിന്ന് പറയുന്നവന് പെർമനൻറ്റ് ബാൻ ആണെന്നുള്ള കാര്യം അവരെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. തിരിച്ച് പറയാൻ നിൽക്കേണ്ട, നേരെ പോയി പറയുക, സിറ്റിയിൽ നിന്ന് പറഞ്ഞു വിടുക. അതിൽ കൂടുതൽ വേറെ വർത്താനമൊന്നുമില്ല. നമുക്കിവിടെ കളിച്ചാൽ മതി. നമുക്ക് ബാക്കി വേറെ ഏതെങ്കിലും സിറ്റിയിലൊക്കെ പോയി കളിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തിരിച്ച് പറയാം. അവിടെ നിന്ന് ബാൻ മേടിച്ച് കൊടുക്കാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല. അവിടുത്തെ ആ സിറ്റിയിൽ എന്തായാലും റൂൾ അങ്ങനെ ആയിരിക്കും. നമ്മുടെ സിറ്റിയിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആരെങ്കിലും പേരൻസിനെയോ അല്ലെങ്കിൽ ഈ പറയണ എന്തെങ്കിലും ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നേരെ അഡ്മിനെടുത്ത് റിപ്പോർട്ട് ചെയ്യുക. സിറ്റിയിൽ നിന്ന് പെർമനൻറ്റ് ബാൻ കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനി നമുക്ക് പേടിക്കാനില്ല. സിറ്റിയിൽ സിറ്റുവേഷൻസ് വരുമ്പം ഇനി ഓസിലോട്ട് കൊണ്ടുവന്നവന്മാരെ ഇവിടെ കളിക്കത്തില്ല. ആ രീതി കളിക്കുന്നവർ ഒരു ദിവസം കളിച്ചിട്ടങ്ങ് പൊക്കോട്ടെ. അവൻ ആ ഒരു സമാധാനം കിട്ടുന്നവന്മാർ ഒരു ദിവസം കളിച്ചിട്ടങ്ങ് പൊക്കോട്ടെ. അത് അത്രേ ഉള്ളൂ നമുക്ക് തീരുമാനിക്കാൻ. പറയാൻ പോകണ്ട. നമുക്ക് പറഞ്ഞാൽ നമുക്കും കിട്ടും. അപ്പം നീ ഇപ്പോൾ ഞാൻ പറയാമല്ലോ, അവനിപ്പോൾ ഓസി പറയുകയാണ്, നിന്റെ ഓസി പറഞ്ഞാൽ നീ തിരിച്ചവൻ്റെ ഓസിയുടെ തന്തയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞത് ആര് എന്നുള്ളതൊന്നുമല്ല. നമുക്ക് നേരെ അവിടെ പോയി നമുക്ക് കളിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് അത് അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. ആൻഡ് ഇനിയിപ്പോൾ ടർഫ് വന്നു. ടർഫ് കളിക്കാനുള്ള ഒരു ലൈനപ്പ് ഞാൻ ഇനി ലൈനപ്പ് ഇടും. ആ ലൈനപ്പ് ആക്റ്റീവായിട്ട് ഇരുന്നവന്മാർ മാത്രം കളിച്ചാൽ മതി, അല്ലാത്തവന്മാർ കളിക്കണ്ട. ഞാൻ ഇപ്പോഴേ പറയുവാണേ, ഓരോ ദിവസവും വിളിച്ച് കയറ്റി 15 റേഡിയോയിൽ ഫില്ലാക്കാൻ ഇനി പറ്റത്തില്ല. ഒരു കോൾ അങ്ങോട്ട് തരും, അതനുസരിക്കാൻ പറ്റുന്നവന്മാർ ഇവിടെ കളിച്ചാൽ മതി. ടർഫിൻ്റെ ലൈനപ്പും വാറിൻ്റെ ലൈനപ്പും പെർമനൻറ്റ് ലൈനപ്പ് ആയിരിക്കും ഇനി തൊട്ട് പെർമനൻറ്റ് ലൈനപ്പ്. ഒറ്റ ലൈനപ്പിലായിരിക്കും കളിപ്പിക്കുന്നത്. അതിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മാറ്റിയിടും. ഒറ്റ ലൈനപ്പ്. ആൻഡ് അത് ലൈനപ്പ് ഏതാണെന്ന് ഞാൻ അടുത്ത അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് വെച്ചിട്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഫസ്റ്റ് ലൈനപ്പ് ആദ്യം ഇടും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, എല്ലാ മെമ്പേഴ്സിനോടും ഒരു കൺസിഡറേഷനും നിനക്കൊന്നും തരാതെ എല്ലാത്തിൻ്റെ മുഖത്ത് നോക്കി പറയുവാണ്, ഇനി ഇവിടെ ഗ്യാപ്പ് എടുക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല. ആരാണേലും
ആരാണല്ലേ എനിക്ക് ഈ ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുപോകണം, എനിക്ക് ഈ ഗ്യാങ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ഗ്യാങ് ആണ് ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ലീഡർ ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് അൾട്ടിമേറ്റ്. അതിലെനിക്ക് ഇൻഡിവിജ്വൽ സെൻറ്റിമെൻറ്റ്സ് ഒരാളോട് പോലും ഇല്ല. ഞാൻ ഇവിടെ ഗ്യാങ് ലീഡറായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇൻഡിവിജ്വൽ സെൻറ്റിമെൻറ്റ്സ് ഒരാളോടും ഇല്ല. ഗ്യാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബെല്ലാരിയിലോട്ട് പൊക്കോണം. ബെല്ലാരി കളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവിടുന്ന് ലീവ് ചെയ്ത് പൊക്കോണം. നിങ്ങൾക്ക് ഇവിടുന്ന് ഗ്യാപ്പ് എടുക്കണമെങ്കിൽ ബെല്ലാരിൽ ഇടും, എടുത്ത് ബെല്ലാരിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ ബെല്ലാരിൽ ഇട്ടിട്ട് ബെല്ലാരിയിൽ നിന്ന് കളിക്കാൻ അറിയാവുന്ന പിള്ളേരെ എടുത്ത് ടി വിക്കകത്തിടും. ഇനി ഡിപ്പെൻഡ് ചെയ്ത് ഒരാളും ഡിപ്പെൻഡ് ചെയ്ത് ടി വിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഗ്യാങ് ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് വലുത്. എനിക്ക് എൻ്റെ ഗ്യാങ്ങിൻ്റെ നല്ല പേരാണ് എനിക്ക് വലുത്. വരാൻ പറ്റാത്തവന്മാരെ ഞാനെടുത്ത് ബെല്ലാരിയിലിടും. ബെല്ലാരിയുടെ കാര്യങ്ങളോട് നോക്കുന്നത് രായനും ഇവിടെ ഉണ്ട്. രായൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പുറത്തുനിന്നൊരു റിക്രൂട്ട്മെന്റ് ഇല്ല, ഇനി പുറത്തുനിന്നൊരു റിക്രൂട്ട്മെന്റ് എടുക്കാനില്ല. വർഷങ്ങളായിട്ട് ബെല്ലാരിയിൽ കളിക്കുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ബെല്ലാരിയെ ബാധിക്കാത്ത രീതിയിലത്തെ ആൾക്കാരെ എടുത്ത് ഞാൻ ലൈനപ്പിലിടും. അതുകൊണ്ട് അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് 10 മിനിറ്റ് പോയിട്ട് 15 മിനിറ്റ് പോയിട്ട് 10 മിനിറ്റ് പോലും ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല. റേഡിയോയിൽ ലൈനപ്പ് പേര് വിളിച്ച ആൾക്കാർ ഫില്ലായില്ലെങ്കിൽ ഉറപ്പായിട്ടും പണിഷ്മെന്റ് ഉണ്ടാവും. ഇനി എനിക്ക് കണ്ടവന്മാരുടെ വായിരിക്കുന്ന കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നിൻ്റെയൊക്കെ മനസ്സിലും ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം ഇപ്പോഴേ പറയാണ്, അതിൽ ഒരു കൺസിഡറേഷനും ഇല്ല. മുഖം നോക്കാതെ ഞാൻ ആക്ഷൻ എടുക്കുവേ. അത് പേടിയുള്ളവന്മാർ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലാത്തവർ വേറെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇപ്പോഴേ പറയാണ്, കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നേരെ വന്ന് പറയുക. എനിക്ക് കാരണം ഇവിടെ ഇത് കുറച്ച് നാൾ നിർത്തി വെച്ചപ്പം ഇതിനോട് കുറച്ച് ഡീപ്പ് അഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെന്നോട് വന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് എനിക്ക് നിർത്താൻ പറ്റത്തില്ല വഴിയിൽ ഇനി. അതുകൊണ്ട് എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പം കുറേ ഓരോരുത്തരുടെ POV കാണുന്ന ബാക്കിയുള്ളവർക്കും മനസ്സിലാവും. ഒരു സിറ്റുവേഷൻ എടുക്കാൻ പോലും ആളില്ലാതിരുന്ന് പുഴുക്കുന്ന കാര്യം നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഡിസിഷൻ. ബെല്ലാരിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഇത് വേണ്ട. അതായത് ഒരാൾ വന്നാൽ ബെല്ലാരിയുടെ ലൈനപ്പിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്താ മെയിൻ ഇവിടുന്ന് ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെയും അത്യാവശ്യം ആക്റ്റീവ് ആയില്ലെങ്കിൽ, അതായത് അവിടെ പോയിട്ട് ആക്റ്റീവ് ആയില്ലെങ്കിൽ അവിടുത്തെ ബെഞ്ചിലായിരിക്കും. മനസ്സിലായോ? ഉറപ്പായിട്ടും അതിലൊരു സംശയം വേണ്ട. ഈ ബ്രേക്ക് എടുക്കുന്നവരെ മാത്രമല്ല ഞാൻ അങ്ങോട്ട് ഇടുന്നത് കേട്ടോ. സിറ്റുവേഷനിൽ വരാതിരിക്കുന്ന ആൾക്കാരെ ഞാൻ എടുത്തിടും. ഞാനായിട്ടിടും. ഞാൻ ഒരാളുടെ മുഖം നോക്കത്തില്ല. ഇത്രയും നാൾ TVക്ക് വേണ്ടി കളിച്ചാണെന്ന് ഞാൻ നോക്കത്തില്ല. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വിളിക്കുന്ന ദിവസം വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വന്നിരുന്ന് റേഡിയോയിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലടാ. ലാസ്റ്റ് 2-3 സിറ്റുവേഷൻസ് എങ്ങനെയായിരുന്നു എന്ന് കണ്ട് എല്ലാവരും മൈൻഡ് ഫക്ക് ആക്കുകയാണ്. ആ കാര്യം ഞാൻ വിട്ടു. പിന്നെ നമ്മളെല്ലാവരും അത്രയും മൈൻഡ് ഫക്ക് ആയിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ പറയണത് പോലെ ഇതില്ലായിരുന്നു. ആരും ഒരു മൂഡിലല്ലായിരുന്നു. അത് അത്ര ഷോ ആയിട്ടിരുന്നു ഇതുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് ഞാൻ വിടുന്നു. ലാസ്റ്റ് സിറ്റുവേഷനുകളൊക്കെ വിടുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യം നമുക്ക് നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും പറയണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയണ്ടോ രായ ചന്ദ്ര? ഇല്ല എനിക്ക് അല്ലാണ് ഇത് തന്നെ പറയാനുള്ളത്. അതായത് ഇനി ഒരു സിറ്റുവേഷനിൽ ഇവിടെ ആരും കേറാതിരിക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ചാടിപ്പിടിച്ച് വരും നമ്മൾ ഒരാളെ തൊട്ട്. പക്ഷെ അതൊക്കെ എവിടെയോ അത്. പക്ഷെ അങ്ങനെ ആളില്ലാതെ ഇവിടെ ഇരുന്ന് പുഴുകണ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്ത. വേറെ ആർക്കും ഒരു ശോകം അടിക്കേണ്ട. ഇതിനൊരു മാറ്റവും കാണത്തില്ല. കാരണമല്ല, മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റം, അത്രേ ഉള്ളൂ. ഇവിടെ ആരും നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും അവരവരുടെ ടൈം കളഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് നിങ്ങളെ കാണിക്കുക, മനസ്സിലായി? അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. എല്ലാരും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് വന്ന് പറയണം. അതായത് ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടാ. അപ്പൊ തന്നെ ഞാൻ ബെല്ലാരി എടുത്തിട്ടോളാം. ഇനി നിന്റെ അടുത്തൊക്കെ ഞാൻ പറയാമല്ലോ. ലൈക്ക് ഈ ഒരു രീതിയിൽ ഞാൻ ഇനി ഇങ്ങോട്ട് നിൽക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പറയാം. 2 വാക്ക് പറയണോ? അയ്യോ എന്റെ റേഡിയോ ജാം ആയിരിക്കുമായിരുന്നു. സോറി. അല്ല, നമ്മൾ ആക്റ്റീവ് ആകാത്തവരൊക്കെ ഇനി എല്ലാരും പുറത്ത് കളയും. എല്ലാരും ആക്റ്റീവ് ആയിരിക്കണം. നീ ബെല്ലാരിലാണ് ഇപ്പം ഈ മീറ്റിംഗ്. നീ ഓൾറെഡി ബെല്ലാരിലാണ്. ഓൾറെഡി ബെല്ലാരിലാണ് നീ ഇപ്പൊ. സോൺ എടുക്കുമെന്ന് നോക്കണം നിന്നെ.
ഇനിയിപ്പോ എന്നെ അല്ല അങ്ങനെ വിളിക്കേണ്ടത് അണ്ണാ, ഇനി സോളിനെ പോയി വിളിക്കേണ്ടി വരും. ഇപ്പൊ കൊണ്ട് അവര് വണ്ടി വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ വരും. ലൈവ് എന്താകാൻ പറ്റുമെങ്കിൽ റൈഡ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യോ. ലക്ഷ്യയുടെ ഫസ്റ്റ് ബേസിക്കുമാണ് നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ നോക്കണേ. ഫിറ്റ്സ് ബ്രോ, ഞാൻ ഇപ്പൊ റൈഡ് കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ബ്രോ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. പിടിച്ചോണ്ട് പോകാര്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ സരക്കിന് മൈക്കിന്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് അവന് സംസാരിക്കാൻ പറ്റത്തില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പറയാം. ബാബു എണീറ്റ് വന്നേ. ബാബുവിനെ കൊണ്ട് ബാബു ഒന്ന് സംസാരിക്കാം. അല്ലല്ല, അതിനെ പറ്റിയല്ല. നമ്മള് ബാബു നമ്മുടെ ടിവിയിലെ ഒരു OG മെമ്പർ എന്നുള്ള രീതിയിൽ കുറച്ച് പവർഫുൾ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓ അങ്ങനെയാ, ഓക്കെ ഓക്കെ. അൺഡിക്ലെയർഡ്. അപ്പോ പറയാമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടതെല്ലാം ഉണ്ടായി. പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നാണ് ഒരു പ്രമുഖം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ പരീക്ഷ ചെയ്യേണ്ട. ഇനി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? അമ്പത്തൂരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടല്ല, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അമ്പത്തൂരിനെ പോലെ തന്നെ എല്ലാവരും ചില്ലായിട്ട് ഡെയിലി വന്നാൽ മതി ഇങ്ങോട്ട്, കേട്ടോ? അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വില്ലിയുടെ സസ്പെൻഷൻ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഇനിയുള്ള ആക്ഷൻസ് മുഖം നോക്കാതെ ആയിരിക്കും. വില്ലിയുടെ സസ്പെൻഷനും അങ്ങനെ തന്നെ എടുത്തതാണ്. ആൻഡ് ആ ഒരു തെറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിന്റെ സൈഡിൽ നിന്ന് ഈ സെയിം ഇങ്ങനത്തെ എന്തെങ്കിലും പാറ്റേണുള്ള ഉണ്ടായാൽ ഡയറക്റ്റ് ഡിസ്മിസ് ആയിരിക്കും TV എന്ന്. അല്ലാതെ അതിന്റെ സസ്പെൻഷൻ ഒന്നും ഉണ്ടാവില്ല വില്ലി. അതുകൊണ്ട് ആ സസ്പെൻഷൻ ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നു. ഇത്രയും ദിവസമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാപ്പിന് മുമ്പും എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞത് ഞാൻ അത് അറിഞ്ഞുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാഞ്ഞതാണ്. ഇനിയുള്ള പണിഷ്മെന്റ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ മൈൻഡേ ചെയ്യൂല ഈ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ സസ്പെൻഷൻ ഞാനിവിടെ ലിഫ്റ്റ് ചെയ്ത് തരുന്നു. നിനക്ക് TV-യിലായിട്ട് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യാം. അത് പോയി റോൾ എന്തോന്ന് വെച്ചാൽ മേടിച്ചോ. പപ്പടത്തിന് ആർക്കും ഇവിടെ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. ആർക്കാരും ബ്രേക്ക് വേണ്ടെന്നവരൊക്കെ ഒന്ന് സംസാരിച്ച പ്ലീസ്. ബ്രേക്ക് വേണ്ടെന്നവരൊന്ന് പെട്ടെന്ന് ഒന്ന് സംസാരിക്കണം കേട്ടാ. വേണ്ടല്ലോ. അതായത് ഇവിടെ ഇപ്പൊ ട്രിപ്പ് പോകണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. അങ്ങനൊന്നും എടുത്തിട്ട് ഇടുവൊന്നുമില്ല. പരീക്ഷ ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം ഒരു ദിവസം, അതൊക്കെ കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആണ്. ഞാൻ പറയുന്നത് അതല്ല. ഒരു ലൈനപ്പ് പോലെ വാട്ടവർ നിങ്ങളിപ്പം ഞാൻ പറയാം, ഇവിടെ വെടിവെക്കാൻ വേണ്ടി മാത്രം കുറച്ചവന്മാരെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അവന്മാർക്ക് ഈ സിറ്റുവേഷനിൽ വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മറ്റേ റെഗുലർ ആയിട്ട് ഞാൻ പറയാം, ഇനി ഒരു സിറ്റുവേഷനിൽ ആളെ വിളിച്ച് കയറ്റാനുള്ള ഒരു സാധനത്തിനോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. എനിക്ക് സരക്കിനും താല്പര്യമില്ല, ചന്ദ്രനും താല്പര്യമില്ല, രായനും താല്പര്യമില്ല, ബാബുവിനും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ട് അങ്ങനത്തെ പരിപാടികളിലോട്ട് കണ്ടിന്യൂസ് പോ. ഇതാരാടാ ഈ കിടന്ന് എഴുതുന്നേ? അപ്പൊ അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദാമു ഇതുപോലെ ഗ്യാപ്പ് എടുക്കുവാന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കങ്ങനെ മുഖം നോക്കി ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ആൻഡ് ദാമു ഗ്യാപ്പ് എടുക്കുവാണെങ്കിൽ എനിക്ക് ബെല്ലാരിൽ ഇടേണ്ട വരും. വേറെ എനിക്ക് അതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ വേറെ ആരെങ്കിലും എടുത്തിടേണ്ടി വരും. ആർക്കാണെങ്കിലും ഗ്യാപ്പ് എടുക്കാനാണെങ്കിൽ ഇപ്പൊ കറന്റ് എനിക്ക് അത് മാത്രമുള്ള ഓപ്ഷനുള്ളൂ. എനിക്ക് ഗ്യാങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. എനിക്ക് എൻ്റെ ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുപോകണം. പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് TV-യെ ദാമു എന്നാണെങ്കിൽ ഇപ്പൊ ആരും ആയിക്കോട്ടെ, ഇപ്പൊ ചന്ദ്രൻ TV-യെ ചന്ദ്രൻ അല്ലെങ്കിൽ TV-യെ ദാമു അല്ല TV-യെ ഗുലാൻ എന്ന് പറയുന്നത് അവരുടെ പേരിന്റെ മുമ്പിൽ ആദ്യത്തെ ഫസ്റ്റ് അക്ഷരമാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള കൺസിഡറേഷൻ. ആ ടാഗിന് വേണ്ടിയിട്ട് അവർ കുറെ കഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ ആ ടാഗിന്റെ ഇത് നിലനിർത്താൻ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് നിന്നാലേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അതിനെ ഇനി താഴോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന് എനിക്ക് മുമ്പോട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ആൻഡ് ലൈനപ്പ് ഇനി ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ ഇട്ടോളാം. അതിലൊരു സംശയമില്ല. ഞാനൊന്നും ഉദ്ദേശിച്ചത് ഞങ്ങൾ ലീഡേഴ്സ് ആൻഡ് കോ ലീഡേഴ്സ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തോളാം. അല്ലാതെ ഓരോരുത്തരുടെ പെർഫോമൻസ് ഇനിയില്ല. നിങ്ങളുടെ കറണ്ട് പെർഫോമൻസ് വെച്ചിട്ട് ഇനി ലൈനപ്പ് ഇടാം. അതാണ് നല്ലത്. അത് ഞാനല്ലെങ്കിൽ സരക്ക് അല്ലെങ്കിൽ ചന്ദ്രൻ അല്ലെങ്കിൽ ബാബു ബാബു അല്ലെങ്കിൽ രായൻ, ഇവർ ഇത്രയും പേരില്ല. എന്താടാ കറന്റ് പെർഫോമൻസ് ആണ് നോക്കണേ. അതെ ഇപ്പൊ കറന്റ് പെർഫോമൻസ് നോക്കിയായിരിക്കും ഇനി ലൈനപ്പ് ഇടുന്നത്. കറന്റ് പെർഫോമൻസ് നോക്കിയായിരിക്കും. അപ്പൊ നമ്മളത് മാറ്റത്തില്ല. വില്ലൻദാസിന്റെ അപ്ഡേറ്റ് എന്താണ്? പുള്ളി വരുന്നുണ്ടെന്ന് ഞാൻ പുള്ളി ഒറ്റ ദിവസം റിക്രൂട്ട്മെന്റിന് ശേഷം ഒറ്റ ദിവസമാണ് ഞാൻ പുള്ളിയെ സിറ്റി കണ്ട. ഒറ്റ ദിവസം. അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ
പുള്ളി ഗ്യാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യാൻ പറയണം. ഗ്യാപ്പ് വേണ്ടതോ ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞേ. ആണോ? ഓക്കെ. അപ്പൊ വേറെന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഗുലാൻ എന്തോ പറയാനുണ്ട്. ഗുലാനെ പറ. നീ ഫ്രണ്ടിലോട്ട് എന്തെങ്കിലും പറ. 2 വാക്ക് പറ കണ്ണാപ്പി. അല്ല, ഈ പുള്ളി പൂച്ച ഓക്കെ. അപ്പൊ അടുത്തൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, തക്കുഴോണം 2.0 ഈസ് കമ്മിങ്. ഓക്കെ, ഗ്യാപ്പ് എടുത്തപ്പോ എല്ലാരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ എല്ലാം ഇതാക്കി ഒതുങ്ങി പോയെന്നാണ്. അല്ല, നമ്മളൊരു ഡെവലപ്പറിനെ ഹയർ ചെയ്തു ആൻഡ് ആ ഡെവലപ്പറിനെ വെച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രായനായിരുന്നു ഇത്രയും ദിവസം അതിന്റെ പുറകിൽ. ആൻഡ് ഓണപ്പരിപാടി നമ്മൾ കംപ്ലീറ്റ്ലി അടിപൊളിയായിട്ട് നടത്താൻ പോവാണ് നമ്മുടെ സിറ്റിയിൽ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഫയൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതാക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഇതാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഓണപ്പരിപാടി ഈ വട്ടം നമ്മൾ നടത്താൻ പോണ്. കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല, നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് തുടങ്ങാൻ പോണ്. നമുക്ക് തിരുവോണം വരുന്നത് 15-ാം തീയതിയാണ്. അപ്പൊ അതിനു മുമ്പ് ഏത് ദിവസമാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പോ എത്രയായി? 12. അയ്യോ 13 സർവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതിയാണോ? 18-ാം തീയതി. എല്ലാരും അതായത് നാളെ 1 ഓണം, മറ്റന്നാളെ ഇത്. അപ്പൊ എല്ലാരും തിരക്കായിട്ടാണ് നിക്കണെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 18-ാം തീയതി നടത്താം ഗൈസ്. അല്ല, ഞാൻ ഇവിടെ ചാറ്റിലൊന്നും എല്ലായിടത്തും പറയട്ടോ കേട്ടോ. ഒരു സെക്കൻഡ്, നിങ്ങൾ സംസാരിക്കും ഗൈസ്. നമുക്ക് 18-ാം തീയതി നടത്താം. അപ്പൊ 18-ാം തീയതി സെറ്റ് ആക്കാം. കുഴപ്പമില്ല, നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും ശരിയില്ല. ഈ ആഴ്ച നിന്റെ സംസാരിക്കില്ല, നീ നിർത്തറ. കാല കറക്കം വിടുകട്ടോ. എന്ന് കൊടുത്താൽ ഇവിടെ ഉണ്ടാക്കി തരാം. എനിക്കും കിട്ടോ. നേരെ ഇങ്ങോട്ട് പോരാ. എല്ലാ ടി വി മെമ്പേഴ്സിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു എന്റെ വീട്ടിലോട്ട്, ഹെവനിലോട്ട്. വിളിച്ചെങ്കിൽ പോലും കാര്യമായിട്ട് വരും. അല്ല, പക്ഷെ ബാബു ഈ തിരുവോണത്തിന്റെ അന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നാണ് നോർമലി പറയാറുള്ളത് കേട്ടാ. ഇല്ല, എനിക്ക് അങ്ങനെ എന്റെ വീട് മഴയുടെ വീട് അല്ലാത്തവരൊക്കെ എച്ചുകളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പൊതുവെ വഴച്ചിലുണ്ട് അങ്ങനെ ഒരു. അല്ല, എനിക്കതിൽ വിശ്വാസം ഇല്ല. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിലുണ്ടാവും. ഗ്യാങ് വണ്ടിയുടെ കാര്യം അതുകൂടെ പറഞ്ഞടാ. ഗ്യാങ് വണ്ടിയുടെ ഇതിന്റെ അപ്ഡേറ്റ്. വണ്ടിയുടെ കേസ് തിരുവോണത്തിനൊന്ന് സ്വന്തം വീട്ടിൽ നിന്നല്ലേ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല? നടത്തുന്നതാണ്. ഇപ്പൊ വണ്ടി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ലടാ, വണ്ടി എല്ലാം ഹാൻഡ്ലിങ്ങും എപ്പോഴും കൊറോണ വണ്ടിയുടെ മോഡല് കിടിലാക്കിയിട്ട് ഹാൻഡിലിങ് ഇല്ല. പക്ഷെ ഇത് രണ്ടും സെറ്റായിട്ടാണ് ഇറക്കണത്. അല്ലെ, എപ്പോഴും അല്ല എപ്പോഴും വർക്ക് ഇല്ലെന്നാണ് എല്ലാരും കംപ്ലൈന്റ് പറയണം, മനസ്സിലായി വരുമ്പോ. പക്ഷെ ഇപ്പൊ സെറ്റായിട്ടായിരിക്കും ഇറക്കുന്നത്. ഇനി ഇറങ്ങാൻ പോകുന്ന സ്വന്തം വീട്ടിൽ നിന്ന് ഫുഡ് അതിപ്പോ ലീക്കായിട്ട് കിടക്കണമെന്ന്. നമ്മുടെ 10,000 രൂപയുടെ ഗോഡ്സില്ല, അതിന് അതേ വില ഉണ്ടെണ്ണ. അതിനെ കാട്ടിൽ വിലയുണ്ട്. അതിനെ കാട്ടിൽ വിലയുണ്ട്. ആര് ചോദിച്ചാൽ കൊടുത്തില്ല. മൊബൈൽ സെർവറിലാണ് കണ്ണാമ്പിയൊക്കെ മറ്റേ മൊബൈൽ സെർവറിന്റെ ഇന്റഗ്രേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ള പയ്യനാണ്. ഇറങ്ങുന്നത് കണ്ണാപ്പി പ്രൊമോട്ട് ചെയ്യുന്നത്. കണ്ണാപ്പി മറ്റേ പ്രൊമോഷൻ ഒക്കെയാണ് ഇപ്പം, സെർവർ പ്രൊമോഷൻ ഒക്കെ ഇപ്പം മൊബൈൽ. കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയാം, പ്രൊമോഷൻ ചെയ്യുന്നത് കൊള്ളാം. കമ്പ്യൂട്ടറിൽ പിള്ളേരെ പറ്റിച്ചാൽ അടിച്ച് മോന്താൻ തിരിക്കില്ല.
സാബ് മാത്രം സാബ് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ ബോബ് ചെയ്യണ പോലെ ചെയ്യണം അതല്ല പറഞ്ഞത്. മൊബൈലില് ഈ PC-RP മൊബൈലിൽ കളിക്കുന്നത് ഭയങ്കര ഡിഫറൻസാ. അത് പറഞ്ഞു കാണാൻ അല്ലാതെ ഇവിടെ കളിക്കുന്ന പോലെ അവിടെ പോയി കളിക്കാന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിച്ചായിട്ടുള്ളൂ അടിച്ച് തിരിക്കുന്നില്ല. പ്രൊമോഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബോബിന്റെ അടുത്ത് ചോദിച്ചാൽ അവൻ ബോബാണ് പുതിയ പ്രൊമോഷൻ എക്സ്പേർട്ട്. ഞാൻ ഇത്ര പ്രശ്നത്തിനിടയ്ക്ക് ഗ്രൂപ്പിൽ ഓരോരുത്തന്മാര് വന്ന് പറയണത് ഞാനാണ് കേട്ടോണ്ടിരുന്നത്. അവന്റെ കൂടെ 1.5 മണിക്കൂർ തർക്കത്തിന് ശേഷമാണ് ഞാൻ ഈ ലൈവ് തുടങ്ങിയത്. പയ്യൻ കോടതി പോണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്താ വെച്ചാൽ ഡീൽ ചെയ്തോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് തമാശക്ക് തമാശ. വേറെ ഒരു കാര്യം, ഈ തമാശ ആക്ടിവിറ്റിയിൽ കാണിച്ചില്ലെങ്കിൽ തിരിച്ച് ആ ഒരു ഇതും എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തില്ല, ഉറപ്പാണ്. അതിലൊരു സംശയം വേണ്ട. എപ്പോഴും പറയണത് പോലല്ല കണ്ണാപ്പി. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ രാവിലെ എവിടെയെങ്കിലും പോവാണെങ്കിൽ അപ്ഡേറ്റ് തരാതെ ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബെല്ലാരി കണ്ണാപ്പിന്ന് ഇട്ട് നടക്കേണ്ടി വരും. ഇല്ല ഞാൻ ഇനി ഫുൾ ടൈം ഇവിടെ തന്നെയാണ്, ഫുൾ ടൈം സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കും. എല്ലാരും ഇത് തന്നെ പറയാം. ഫുൾ കൊച്ചിയിലാണ്. കണ്ണാപ്പിയുടെ സത്യം പറഞ്ഞാൽ പറയണ്ട. അവൻ പക്ഷേ സത്യം പറഞ്ഞാൽ ആക്റ്റീവ് ആണ്. കണ്ണാപ്പി ഏറ്റവും ആക്റ്റീവ് ആകുമ്പോഴാണ് ഏറ്റവും നമുക്ക് തലവേദന പറഞ്ഞത്. അപ്പൊ കണ്ണാപ്പി ആക്റ്റീവ് അല്ല ഞാൻ എല്ലാ സിറ്റുവേഷൻ ഞാൻ ഒരു സിറ്റുവേഷൻ വള്ളിയുടെ കാര്യം പറഞ്ഞില്ല കേട്ടോ. വള്ളിയുടെ കാര്യം പറഞ്ഞില്ല. വള്ളിയുടെ അനാവശ്യ വള്ളി ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. പിന്നെ ചോദിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് കണ്ടവന്മാരെ സജഷൻ വേണ്ട. ആരൊക്കെയാണ് ആ വള്ളി എടുക്കുന്നതെന്നുള്ള കണ്ടവന്മാരെ എനിക്ക് സജഷൻ വേണ്ട. ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം. ഇപ്പൊ ഇവിടെ ലീഡറായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ എനിക്കറിയാം ഗ്യാങ്ങിനെ എന്തൊക്കെ തീരുമാനിക്കണം, ആരൊക്കെയാണ് ഇത് എടുക്കുന്നതെന്ന് എനിക്കറിയാം. തലേ കയറാൻ വരുന്നു. എന്താ ഷോർട്സ് ഇടണമായിരുന്നു? പുതിയ ഷോർട്സ് ഇടണോ നിനക്ക്? പുതിയ ഷോർട്സ് ഇടണോ? ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നീ ഒരു ഷോർട്സ് ഇടുകയാണെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്കിന് ഷോർട്സ് ഒന്നും പറഞ്ഞ എന്റെ അടുത്തും കാണാൻ വന്നാ വെച്ച് ഞാൻ കീറിത്തരും. ഞാൻ ഉള്ള കാര്യം അപ്പൊ ഒരു കാര്യം അണ്ണാ, ഇവിടത്തെ കുറച്ച് സിസ്റ്റം കുറച്ച് മാറിയിട്ടുണ്ട്. അതായത് 2-3 കണ്ണുകൾ വന്നിട്ടുണ്ട്. അത് ബ്ലാക്ക് മണി കൊടുത്തിട്ടാണ് മേടിക്കേണ്ടത്. അറിയാലോ, ഗ്രോസയും പിന്നെ അതും. പിന്നെ അതേപോലെ തന്നെ ഷീൽഡ് മാറുന്നുണ്ട്. സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് തന്നെ എടുക്കും. അതായത് പ്ലാന്റ് നട്ട് മനസ്സിലാവും. ഇനി തൊട്ട് വാറിന് പോണവര് സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങൾ കയ്യിൽ വെച്ചേക്കണം. അതായത് കൊക്കേന് അത് പഴയ പോലെ ഇതാക്കാൻ പോകുന്നു. ഇപ്പൊ നമ്മള് കുടിക്കുന്ന കഷായവും ഇതൊക്കെ മാറിയിട്ട് പഴയ പോലെ മറ്റേ തുളസിയും പിന്നെ വേറെ എന്താടാ അങ്ങനെ എന്നുള്ള രീതി ആവുന്നുണ്ട്. അത് ടൈപ്പ് ആവുന്നത്. അത് പക്ഷെ നമ്മളെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അല്ലാതെ മേടിക്കാൻ കിട്ടില്ല. ടർഫിനെ പറ്റി എന്താ? ടർഫ് എന്നോട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നേ? അത് ഒന്നും പറഞ്ഞില്ല. ടർഫ് ഇതുവരെ വന്നില്ലല്ലോ. ഇതുവരെ ഇതായില്ലല്ലോ ഇവിടെ. വന്നില്ല. അല്ല, ടർഫ് നോക്കിയിരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ചന്ദ്ര, ടർഫ് വന്നാല് ഈ പറയുന്ന ഡെയിലി ഉള്ള അടിയും വാറും ഒക്കെ ഉണ്ടല്ലോ, അതങ്ങ് കുറഞ്ഞു കിട്ടുവാടാ. സീരിയസ് ആയിട്ട് ഞാൻ പറയുക. സീരിയസ് ആയിട്ട് പറയാം. കാരണം 2-3 ദിവസം പ്രാക്ടീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഗാങ്സും ഇരിക്കും. ഈ ടർഫ് വന്നാൽ തന്നെ ഈ സിറ്റിയിലെ പകുതി അടി കുറയും. അത് ഞാൻ ഉറപ്പ് പറയാം. നമുക്ക് മറ്റേ നോർമൽ വാറിനുള്ള സമയമില്ല. അതിന് ആ സമയത്ത് നമ്മൾ എന്തോരം ടർഫുകളൊക്കെ പ്ലാൻ ചെയ്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സ്പെക്ക് ചെയ്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ സുഖം വേറെയാണ്. സത്യം പറയാമല്ലോ. അത് അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണേലും ഡിഫെൻഡ് ചെയ്ത് കിട്ടുന്ന സന്തോഷമാണേലും എന്തായാലും എനിക്ക് ബാക്കി ഈ മറ്റേ ടോക്സിക് വാറിന് എന്തായാലും കിട്ടുന്നില്ല. അത് വന്നാൽ തന്നെ അത്രേ ഉള്ളൂ. എന്ത് സന്തോഷം. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്ന കാര്യം പറയാം. നമുക്ക് അവരുടെ അടുത്തൂടെ പറയണം. അത് എത്രയും പെട്ടെന്ന് വരട്ടെ. നമുക്ക് ഇനി അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോയാൽ മതി. ആൻഡ് ഈ ഓണപരിപാടി നമുക്ക് അടിപൊളിയാക്കണം. അതാണ് നമ്മുടെ ഓണത്തിന് എന്തൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി ബാബുവിനെ ക്ഷണിച്ചോളുന്നു. ബാബു വരൂ. ഫസ്റ്റ് വന്ന് മട്ടൻ ബിരിയാണി എന്നൊക്കെ പറയണല്ലേ. എനിക്ക് ഇവിടെ കുറച്ച് ഈ ഗ്രൗണ്ട് കുറച്ച് സ്ഥലം വേണം. ഇവിടെ കുറച്ച് സ്ഥലം വേണം പറയാൻ വേണ്ടിട്ട്. അപ്പൊ ഇവരുടെ വാസന മാറിക്കണോ? ഇല്ല, മുകളിൽ നിന്നോട്ട് ആ സ്ഥലം കുഴപ്പമില്ല. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറണം. ഇവിടെ സ്ഥലം വേണം. അല്ല, കൈ നിങ്ങളെ തർക്കിക്കുകയാണെങ്കിൽ എന്താപ്പോ ഞങ്ങള് സ്പേസ് വേണമായിരുന്നു ഇവിടെ. ഒന്ന് കാര്യങ്ങളൊന്ന് പറയൂ ദേവിയത്. ഓക്കെ മാറി അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് ഇത്തവണ ഡക്കുടു ഓണം 2K25 അല്ല 24 ഓക്കെ
ഓണം 2K24 നമ്മള് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വടംവലി. പറ്റിയൊരു എക്സ്ക്ലൂസീവ് ആൻഡ് വെറൈറ്റി പരിപാടി. സൂപ്പർ 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 സൂപ്പർ. ഇത്തവണ ഓക്കെ ഞാൻ പറയാം മള്ളി. ഇത്തവണ ബുളിക്കളി ഉള്ളതായിരിക്കും. അപ്പോ ബുളിക്കളിക്ക് വേണ്ടിയിട്ട് പട്ടിയുടെ ഇൻസിലുള്ള ജർമ്മൻ കണ്ണാപ്പി, പിന്നെ ബുളിക്കളി, ടൈഗർ പ്ലേ. നമ്മള് മാത്രല്ലേ അല്ല, നമുക്ക് ഈ വടംവലിക്ക് കുറച്ച് വലിയ ആൾക്കാർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. രണ്ട് രീതിയിലായിരിക്കും പരിപാടി നടക്കണം. വടംവളി ഇതൊക്കെയാണോ നീ നടത്താൻ പോണ പരിപാടി? സ്പെഷ്യൽ പരിപാടി നമുക്ക് മാത്രമേ സ്പെഷ്യൽ പരിപാടിയാണ് ഇത് മാത്രമല്ലാതെ നല്ല കാണാൻ കൊള്ളാതെ ഗിളി പോലത്തെ പെമ്പിളാര് കളിക്കണ മറ്റേ തുമ്പിട്ടുള്ള അല്ല തിരുവാതിര ഉണ്ടായിരിക്കുന്നതാണ്. ഈ കാണാൻ അലീന അവരൊക്കെയാണോ? അല്ല അതാണ് പ്രശ്നം. പെമ്പിളല്ലേ കളിക്കാൻ അച്ഛൻ വരുമോ പിന്നെ തിരുവാതിര കളിക്കാൻ? സിറ്റിയിൽ പെമ്പിളാരില്ലേ? ഇല്ല. അതെന്താ? അതിന് ഞാൻ ഒരു പടി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും മൂന്ന് പേരായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പെമ്പിള്ളാരെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതെ, അത് ഞാൻ പറഞ്ഞോളാം. അത് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്ന കാര്യമായ ഇപ്പൊ അത് തൽക്കാലം പറയണം. വേറെ പരിപാടികൾ സെറ്റ് ചെയ്തോ. ബാക്കി സെറ്റ് ചെയ്തോളാം. ബാക്കി പെമ്പിളെ ഞാൻ കൊടുത്തരാം. ഓക്കെ സെറ്റ്. അടുത്തത് വള്ളംകളി. വള്ളം കളി ഉണ്ട്. വള്ളം കളിക്ക് നല്ല നീണ്ട ചുണ്ടൻ വള്ളം കൊണ്ടുവരുന്നുണ്ട്. അങ്ങ് നോർത്ത് അമേരിക്കന്ന് ചുണ്ടൻ വള്ളം നല്ല ചുണ്ടൻ വള്ളം നോർത്ത് അമേരിക്കന്ന് കൊണ്ടുവരുന്നുണ്ട്. സാധാരണ കോമൺ ആയിട്ട് വള്ളംകളി നടക്കുന്ന നോർത്ത് അമേരിക്കയിലാണല്ലോ. പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല ഡ്രസ്, മുണ്ട്, ഇതെല്ലാം തന്നെ നമ്മൾ നേരെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. ഒരു അടിപൊളി ഡ്രസ് വേണം കേട്ടോ. നല്ലൊരു ഡ്രസ് എല്ലാവർക്കും ഉള്ള ഒരു കോംബോ ഡ്രസ് വേണം കേട്ടോ. ഒരു കോംബോ ഡ്രസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിന്റെ പകുതിയിൽ ഇങ്ങനെ പുലിയുടെ പടം അല്ലെങ്കിൽ പരണ്ടിന്റെ പടം ഒരു ഷർട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പകുതി വെള്ളയിലെ പരുന്ന് വേണ്ട. ഞാനും വിചാരിച്ചു പുലിക്കളി ഉള്ളതല്ലേ പുലിമതി. എന്താ ട്യൂട്ടോറിയൽസ് വിളിക്കുന്ന പുള്ളിയുടെ ചാറ്റിലുണ്ടല്ലോ. ബ്രോ നമ്മള് ഫണ്ണ് പറയല്ല. നമ്മളിവിടെ ഇവന്റിന്റെ ഡിസ്കഷനാ. ഫണ്ണ് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ബ്രോ ഇറങ്ങിപ്പോ. ഇതേത് കൊത്താണെന്നറിയോ? തിക്കിള തിക്കിള തിത്താങ്കിള തക തിക്കിള തിക്കിളാങ്കിള തിക്ക തിക്കാങ്കിള. അതാണ് ഏത് കൊട്ടാന്നറിയോ? പുള്ളി ചാറ്റിലുണ്ട് ഇവിടെ. അതാ പുള്ളി അവിടെ ഫാൻബോയാണ് ആണല്ലേ? എന്തിനാ പറഞ്ഞത്? ഓ ഞാൻ എല്ലാ ദിവസവും കാണും. അങ്ങനെയാണെ ഓക്കെ. ഓ പിന്നല്ലേ അപ്പൊ അത്രയാണ് നമ്മള് പരിപാടികളൊക്കെ നമ്മള് അതേപോലെ തന്നെ ഡാൻസ് പരിപാടി, അതായത് പാട്ട്, അതൊക്കെ നമ്മളെ സ്റ്റേജ് പണിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെമ്പേഴ്സിന്റെ എല്ലാം വേണം. അതായത് സ്കിറ്റ്, നാടകം, പിന്നെ ഡാൻസ്, ഇതൊക്കെ നമ്മളെ പിള്ളേരെ ആക്ടിവിറ്റി ചെയ്യണം. ജൂൺ ബീഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഏരിയയില്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ തന്നെ പറയണം. മനസ്സിലായില്ലേ? മനസ്സിലായി. ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ അന്നത്തെ ദിവസം നെഞ്ചിൽ ബോർഡ്, കഴിവില്ലാത്തവൻ ബോർഡ് ഇട്ട് നമ്മൾ വിടും. എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. കമ്പൽസറി ഒരു ഡാൻസോ പാട്ടോ തിരുവാതിരയോ വള്ളംകളിയോ മറ്റേ അണ്ടിവലിയോ എന്തെങ്കിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേഷൻ ഈസ് മസ്റ്റ് കേട്ടാ. അപ്പൊ അത് ചെയ്യണം. ഒരു നാടകം ഞാൻ ഈ വട്ടം ബോബിന്റെ ഒക്കെ ഒരു നല്ല നാടകം പ്രതീക്ഷിക്കുന്നുണ്ട്. ബോബ്, കണ്ണാപ്പി ഇവരുടെയൊക്കെ ഒരു നല്ല ഇല്ല.
നാളെ ചന്ദ്രതയില്ല സെൻട്രൽ ജയിലിലെ നാടകമാണ് ചെയ്യണ. അപ്പൊ നമ്മളൊരു നാടകം സെറ്റ് ചെയ്യണം, സെറ്റ് ചെയ്തിട്ട്. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. എടാ നമ്മുടെ എനിക്ക് ഇത് പറയുമ്പോ തന്നെ ആദ്യം നമ്മൾ ജോക്കി ഓർമ്മ വരുന്നത് നമ്മുടെ കഴിഞ്ഞിടത്ത് ലോട്ടറിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അണ്ണൂനെ മാവേലി ആക്കാൻ പറ്റുമോ നമ്മൾ നോക്കുന്നുണ്ട്. ഓൾറെഡി ആണല്ലോ. അണ്ണു എടാ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് നമ്മളെ മാവേലി മാറ്റി വരുന്നതാണ്. നമ്മുടെ ഓണം ബമ്പറും കൂടെ ഒന്ന് സെറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ആ ഓണം ബമ്പർ ഉണ്ട്, അത് പറയാൻ വിട്ടതാ. ഓക്കെ ഓണം അത് ബമ്പർ പക്ഷെ വേറെ ആരും എടുക്കുന്ന എഴുത്തില്ലല്ലോ. ഇല്ല. ഓക്കെ ഓക്കെ അപ്പൊ ഓണം ബമ്പറും കൂടെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഓൾ ഗുഡ്. അല്ല ഈ ഓണം മെമ്പറൊക്കെ അത് സിറ്റിയുള്ള ആൾക്കാരൊക്കെ മൊത്തത്തില് സദ്യ പറഞ്ഞിരിക്കാം, സദ്യ ഞാൻ പറയില്ല. സദ്യയൊക്കെ സർപ്രൈസ് ആണ് കേട്ടോ. സൂപ്പർ. അത് നമ്മൾ പറയില്ല തിരുമണി. ഓക്കെ അപ്പൊ ഓൾ ഗുഡ്. ബാക്കി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാൻ പറ്റി പറയാനുണ്ടോ? സദ്യക്ക് ബീഫ് ഉണ്ട്. ഇതെല്ലാം നടക്കുന്നത് 18-ാം തീയതിയാണ്. അപ്പം ഇപ്പോഴേ ഡേറ്റ് പറയുകയാണെങ്കിൽ 18-ാം തീയതി വൈകുന്നേരം ഉച്ച ആകുമ്പോഴത്തേക്കിനും പട്ടിയുടെ പേരെടുപ്പ് കല്യാണം എന്നങ്ങനെ പറഞ്ഞ് ആരെങ്കിലും പോയാൽ അടിച്ച് തിരിക്കും ഞാൻ. 18 ഡേറ്റ്. 18 ഓണം കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം, മറ്റേ പാട്ട് സെലക്ട് പിന്നെ ചെയ്യാം. തന്നെ തുടങ്ങിക്കോ നിങ്ങളെ പരിപാടികളൊക്കെ പരിപാടികളൊക്കെ തുടങ്ങിക്കോ, ഇപ്പഴേ തുടങ്ങിക്കോ. ആദ്യത്തെ പേര് കൊടുക്കണ്ടേ? എടാ ബെല്ലാരി ഉണ്ട്, നിങ്ങളും ഉണ്ട്, പിന്നെ അന്തിരിലെ പിള്ളേരും ഉണ്ട്. രണ്ട് പേര് പേര് പോലെ ഗ്രൂപ്പില് കിട്ടാതെ നാളെ നമ്മള് നോട്ടീസ് അടിച്ചു കൊടുക്കണം പബ്ലിക്കില്. നോട്ടീസ് നാളെ അടിച്ചു കൊടുക്കും. എന്തൊക്കെ പരിപാടി ഉണ്ടെന്നുള്ള രീതി നടക്കും. നാളെ നോക്കി കൊടുക്കും. ടിവിയുടെ പരിപാടിയുണ്ട്, അതല്ലാതെ ഓൾ പരിപാടിയുണ്ട്. രണ്ട് ഇതായിട്ടായിരിക്കും നടക്കണം. മനസ്സിലായോ? ഓ സെറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നു അത് പുറത്ത് വേറെ സ്ഥലത്ത് ബാക്കിയുള്ളവർക്കും കൂടി കളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ വട്ടത്തെ ഓണം നയിക്കുന്നത്. നമുക്ക് മാത്രമല്ല സിറ്റിയില് താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നമ്മളെല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാഷസ് ആവുന്നതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് രണ്ടായിട്ട്. ആ ഡേറ്റിനുള്ളിൽ ഇതിന്റെ ഒക്കെ റെഡി ആവൂ ആ സമയം എന്തോന്ന് PL അടിച്ചു പോക്കൊക്കെ റെഡി വില്ലെന്താ സ്ഥലം അറിഞ്ഞോട്ടെ ബെല്ലാരി ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നേട്ടാ. ഇവിടെ മടിയുണ്ട് മുതുക്കിലിരുന്ന് റേഡിയോ കയറിയല്ലേ? ഞാനിവിടെ ഗാങ്ങോസിന്റെ അടിയിലുണ്ട്, വെള്ളത്തിലാണ്. ഓക്കെ ഇവിടെ വരാനുള്ള മടിയുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇത് കേറാൻ തന്നെ മടിയാണെന്നിട്ട് വരാനുള്ള മടിയുണ്ട്. മുതുക്കിൽ എന്തോ ഇരുന്ന് റേഡിയോ കയറി ചിരിച്ചു കാണിക്കുന്നു. വില്ലന്താസ് എന്ത് വെച്ചപ്പം ഞാൻ വെള്ളത്തിന്റെ അടിയിൽ ഇവിടെ ഗാങ്ങോസിന്റെ അടിയിലുണ്ട്. അഡ്മിൻ എടുത്ത് പറഞ്ഞ ട്രാക്ക് ചെയ്തിടും. മാർക്കറ്റിൽ നിന്നോ തൽക്കാലം കേൾക്കാൻ പറ്റും. റോൾ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് മാർക്ക് കാണുന്നേ? റേഡിയോ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നപ്പോ പോലെ ശ്രദ്ധിക്കാണ്. വില്ലുമോൻ എന്തോ വിഷമമുണ്ടെന്നോ? വില്ലുമോൻ എന്താ വിഷമം? എനിക്ക് വിഷമൊന്നുമില്ല. എന്താ വിഷമം? എന്തോ ഉണ്ട്. എന്താ ഇല്ലാത്ത? ആര് വിളിച്ചിട്ട് ഫോൺ എടുക്കത്തില്ല. വില്ലിയൊക്കെ ഭയങ്കര വിഷമത്തിൽ എന്റെ അടുത്ത് ആര് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന്? വില്ലി അവനെ വിളിച്ച് ഫോണൊന്നും എടുക്കുന്നില്ല. ഓ കാണൂല നീ ആളങ്ങ് മാറി. വില്ലുമനൊക്കെ ആളങ്ങ് മാറിപ്പോട്ടോ. നമ്മളെ കാണുമ്പോഴൊക്കെ അവൻ വന്ന് മിണ്ടാനും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ട്രേഞ്ചേഴ്സിനെ പോലെ. ഇത് ഞാനൊരു കാര്യം പറയാം. കുറച്ച് ദിവസത്തേക്ക് എല്ലാവർക്കും സംസാരിക്കാനും ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടാ. സത്യം പറയാം, അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാനും ആ ഒരു ഫ്ലോ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും സെറ്റ് ആവത്തുള്ളൂ. അതൊന്ന് എന്താണ് പരിപാടികൾ? എങ്ങനെ ഓണത്തിനുണ്ടാവോ? 18-ാം തീയതി നമുക്കൊരു ഓണപരിപാടി ഉണ്ടായിരുന്നു. അന്ന് വല്ല ട്രക്കിങ്ങിനും പോകാൻ പ്ലാൻ ഉണ്ടാ നേരത്തെ പറയണം കേട്ടോ. പിന്നെ ഈ ഓപ്ഷൻ നടന്നോ ഇവിടെ? ഇല്ല ഓപ്ഷൻ നടന്നിട്ടില്ല. ഓപ്ഷൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഗ്യാങ് ഫണ്ട് കൂടെ സെറ്റ് ആക്കണല്ലോ രായ. ഗ്യാങ് ഫണ്ട് സെറ്റ് ആക്കണം. ഇവിടെ കഴിഞ്ഞോട്ടെ ഗ്രൈൻഡിങ് എടുത്ത കളക്ഷൻ ചെയ്തിട്ടില്ല കേട്ടാ. ഇല്ല അത് കളക്ട് ചെയ്യണം. ആര് വന്നായിരുന്നു? അല്ല ഞാൻ കളക്ഷൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞതാ. അത് അതല്ല ഗ്യാങ് ഫണ്ട് വരെ പുറത്ത് സംസാരിച്ചിട്ട് കൂടി ഇതാക്കട ചന്ദ്ര. ഇപ്പൊ പറയണ്ട, ഇപ്പൊ ടാർഗറ്റ് പറഞ്ഞാൽ ശരിയാവൂല. കുതിര അപ്പൊ അത്രേ ഉള്ളു. പറയടാ മള്ളി. ഇത് നമ്മളൊരു റിക്വസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു
റിക്വസ്റ്റ് ആണോ? റിക്വസ്റ്റ് ആണെങ്കിൽ ഫേസ്ബുക്കിൽ അപ്പൊ ചന്ദ്രൻ നിന്റെ തന്ത ഒന്ന് ഉണ്ടാക്കും ഓണത്തിന്റെ ബാക്കി കാര്യങ്ങള്. അങ്ങനെയാണില്ലല്ലോ വാസോണ്ണാ. എന്നാ നമ്മളെ രണ്ട് ഞാൻ അടിക്കായി പട്ടീനെ. വാസോണ അവരുണ്ട്. നമ്മളെ രണ്ട് പിള്ളേര് സെക്യൂരിറ്റി അവര് വെളിയിൽ ഇപ്പൊ ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് ഓണത്തിന് ഫസ്റ്റ് വരെ ക്ഷണിക്കാം. അല്ല നമ്മള് സമയത്തും ഇവര് ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു നമ്മള് പോയ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും. എന്താ അപ്പം നമ്മള് പറഞ്ഞില്ല അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കേണ്ട ഒരു അവസ്ഥ ആയിരുന്നു ആക്ച്വലി. അന്നേരം അത് വേണ്ടുന്ന ഗ്യാപ്പാണെന്ന് തോന്നി. ഇപ്പോഴാണെങ്കിലും കംപ്ലീറ്റ്ലി എങ്ങോട്ടും ഒക്കെ ആയിട്ടില്ല. നമ്മളെല്ലാം തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇവിടുത്തെ പരിപാടി ഓണപരിപാടി നടത്തുകയാണ്. അപ്പം ആദ്യം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് നിങ്ങളെ രണ്ടുപേരെയാണ്. അപ്പൊ ഓണപരിപാടി ഉണ്ടാവണം, ഓണപരിപാടിക്ക് വരണം. അപ്പൊ രണ്ടുപേരെയും ഞാൻ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കേടാ, ഓക്കെ. കണ്ണാടി അടിച്ചു കറങ്ങാൻ. മള്ളി അപ്പടി നമുക്ക് ചെറിയ ഓജിയാണ്. നമുക്ക് ഈ ഇമ്മോട്ട് സാധനം ഉണ്ടാക്കാൻ അറിയുന്നോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വെളിയിൽ എവിടെയെങ്കിലും ബന്ധപ്പെടാൻ എന്ന് പറയാം. നമ്മളിപ്പോ ഒരാൾ ഉണ്ട്, പക്ഷെ തിരക്കാണ്. അപ്പൊ നമുക്ക് ഇനി ഡിലേ ആയി കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇതിനെ റിഗ് എന്ന് പറയും, മറ്റേ ആനിമേഷൻ റിഗ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓൾറെഡി ഒരാളുണ്ട്, പക്ഷേ ഡിലേ ഉണ്ട് അതിന്. ചാറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് ഡു കോണ്ടാക്ട് ബാബു അല്ലെങ്കിൽ രായനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റയില് മെസ്സേജ് ബാബു ഒന്നേ മള്ളി ബ്രോ സംസാരിക്കുന്നതാണ്. ഓണത്തിന് കുറച്ച് കിടില സാധനം എടുത്ത് വെക്കണം. പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അടിക്കുള്ളൂ. പരിപാടിക്ക് ഇടയ്ക്ക് അലമ്പാകും പാടില്ല. പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എവിടെയെങ്കിലും ബീച്ചിൽ പോകുന്നു, 2 എണ്ണം അടിച്ച് സംസാരിച്ച് പോത്തുള്ളൂ. ഓക്കെ അല്ലേ? സംസാരിച്ച് മണ്ണ് അതെ, അവസാന തുരുമ്പ് ബോധം പോകുന്നവരെ അടിക്കണം. നല്ല സാധനങ്ങൾ എടുത്തു വെക്കണം. അതിനായിട്ട് അത്ര അറിഞ്ഞ മാങ്ക റെഡിയാണ്. മാങ്ക ചിലവ് നോക്കണ്ടേ? എടാ, നല്ല ഫോറിൻ ലിക്കർ ഏതെങ്കിലും എടുത്തു വെക്കണോന്ന്. പൈസ നോക്കരുത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. കൈ നിറങ്ങുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ജിടിയുടെ ഫയലെല്ലാം പറഞ്ഞായിരുന്നു. ഊക്കോങ്ങിന് ജിടിയുടെ ഫയലിട്ട് മിക്സ് ചെയ്ത് പോയി ഗ്യാങ് മാറിയെന്ന് തോന്നടാ. ബെല്ലാരിയിലെ കുക്കുവാണ് ലീഡർ നിന്റെ. പ്ലീസ് അവിടോട്ട് ചെല്ലേ. ഞാൻ ഇവിടെ എനിക്കൊന്നും സംസാരിക്കാനില്ല. അല്ല, ബെല്ലാരിയിലെ കുക്കുവല്ലോ. അവരുടെ പേരെന്തോടാ? ഇന്റഗ്രേറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതിന്റെ ഡിലേ ആയിരുന്നു. ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ട് സോളിന്റെ അടുത്തോട്ട് പോവച്ചല്ലേ? ട്രക്കിക്ക് സോളിന്റെ നമ്പർ ഒന്ന് കൊടുക്ക്. ഇത് ഇവൻ പിന്നെ അവൻ ഇതേതാണ് തലറങ്ങിയിട്ട് ചത്തണം. ഫുഡും കഴിക്കത്തില്ല. ഈ കൂടുള്ള പരിപാടി എടാ, ചോരപ്പാട് കണ്ടറിയാം അവനെ ആരോ അടിച്ചു വന്നാണ്. തലറങ്ങി തലടിച്ച് വീണേന്ന്. മീറ്റിംഗ് ഇത്രേ ഉള്ളൂ. മീറ്റിംഗ് ഡിസ്പോസ്. നാളെ തൊട്ട് എല്ലാവരും സിറ്റി കാണണം. ഓക്കെ, ശരി.